CPIM BBക്ക് പരാതി കിട്ടിയിട്ടില്ല. CPM BB നിന്ന് പരാതി ചോർന്നിട്ടില്ല. CPM BB നിന്ന് പരാതി ചോർന്നിട്ടില്ലെങ്കിൽ MP ഗോവിന്ദൻ മാസ്റ്ററുടെ മകൻ പരാതി ചോർത്തിയെന്ന് ഇന്നലെ മാധ്യമങ്ങൾ ഉണ്ടാക്കിയത് കള്ളം. ഞാൻ ഈ ചർച്ചയെ വേണുവിനെ വെല്ലുവിളിക്കുന്നു. CPM-ന് പരാതി കിട്ടിയിട്ടില്ല എന്നാണ് പറയുന്നത്. അഡ്രസ് ചെയ്തൊരു പരാതി കാണിക്കാൻ വേണു ബാലകൃഷ്ണൻ എന്ന് പറയുന്ന ആ മാധ്യമ പ്രവർത്തകനെ ഞാൻ വെല്ലുവിളിക്കുന്നു. CPM PBക്ക് പരാതി കിട്ടിയിട്ടില്ല വെല്ലുവിളിക്കുന്നു. CPM PBക്ക് പരാതി കിട്ടിയിട്ടില്ല ആരെങ്കിലും ഉണ്ടോ? അല്ല, ഒരു സെക്കൻഡ് സാർ. CPM PBക്ക് ഇങ്ങനെ ഒരു കത്ത് കിട്ടിയിട്ടില്ല എന്നാണ് അങ്ങ് പറയുന്നത്. ആദ്യം പിടിക്ക്. അല്ല, അങ്ങനെയാണോ അങ്ങ് പറയുന്നത്? അതാണോ അങ്ങ് പറയുന്നത്? കിട്ടിയിട്ടില്ല. എന്നാ ഒരു മിനിറ്റ് ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഇന്ന് കോടിയേരി ഇന്ന് MV ഗോവിന്ദന്റെ ഒരു സെക്കൻഡ് സാർ. അല്ല, അങ്ങ് വെല്ലുവിളിച്ചിരിക്കുകയല്ലേ? ഒരു സെക്കൻഡ്. MV ഗോവിന്ദൻ കൊടുത്തിരിക്കുന്ന ഈ മാനനഷ്ട നോട്ടീസ് ഉണ്ടല്ലോ, അതിലൊരു വാചകം ഞാൻ പറയാം. ദ പ്രിന്റ്, വിഷ്വൽ ആൻഡ് സോഷ്യൽ മീഡിയ quoted you saying that my client's son was instrumental in the leakage of a complaint you sent to the Politburo a few months back. The alleged leakage was to facilitate one Mr. Rajesh Krishna to institute a suit against you in the High Court of Delhi claiming compensation of rupees 10 crores. എന്തായാലും പറയുന്നത് the CPM has a strict. അതുപോട്ടെ, ഈ ഭാഗം പറയുന്നതിൽ നിന്ന് എന്താ മനസ്സിലാക്കേണ്ടത്? മറുപടി പറയാം. ഒന്നാമത്തെ പോയിന്റ്, CPIM PBക്ക് പരാതി കിട്ടി, CPM PB എന്ന് പരാതി ചോർന്നു എന്നായിരുന്നു മാതൃഭൂമി ബ്രേക്ക് ചെയ്ത വാർത്ത. ഞാൻ ഇപ്പോൾ പറയുന്നു, ടു ജനറൽ സെക്രട്ടറി CPIM എന്ന് പറഞ്ഞൊരു പരാതി നിങ്ങൾ കാണിക്കുമോ? കാണിക്കുകയല്ല. എൻ്റെ തൻ്റെ ഇടത്തിന് കാരണം എന്താണെന്നറിയോ? CPM ജനറൽ സെക്രട്ടറി എന്ന പേരിൽ ഒരു പരാതി വന്നിട്ടില്ല എങ്കിൽ അല്ല, ഒരു സെക്കൻഡ്. CPM PB അല്ല, ഒരു സെക്കൻഡ്. CPM ജനറൽ സെക്രട്ടറി എന്ന പേരിൽ ഒരു പരാതി കിട്ടിയില്ലെങ്കിൽ അതിന്റെ അർത്ഥം തോക്കിക്കാര് വെടിവെക്കാതെ സാർ, നിങ്ങൾ ഈ ചർച്ചയ്ക്ക് ഒരു കാര്യം പറയണം. ഞാൻ വർത്താനം പറയുമ്പോൾ ഇടപെടാനാണെങ്കിൽ ഞാൻ ഇനി ഇരിക്കണില്ല. അല്ല, അങ്ങനെ ശരി, അങ്ങ് പറഞ്ഞോളൂ. ഞാൻ എന്താ പറയാൻ നോക്കും, നിങ്ങൾ മനസ്സിലാക്കണ്ട. എല്ലാ മറുപടിയുണ്ട്. ഒന്നാമത്തെ പോയിന്റ്, സീക്വൻസ് കേൾക്കൂ. നിങ്ങൾ ഈ പറയുന്ന പരാതിക്കാരൻ്റെ 2-3 ദിവസം മുഴുവൻ വീഡിയോ ഒന്നും എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട്. അതിലൊന്ന് കാര്യം പറയാം. എന്താ പറയുന്നത്? അയാളുടെ വാദം എന്താണ്? 2022 കോടിയേരി ബാലകൃഷ്ണൻ മലയാളത്തിൽ ഒരു പരാതി കൊടുത്തു. ആ പരാതിയാണോ ചോർന്നു എന്ന് പറയുന്ന? അല്ല. എന്താണ് ഗോവിന്ദൻ മാഷയുടെ മകനെതിരായ കുറ്റം? CPM PBക്ക് കിട്ടിയ പരാതി ചോർത്തി കൊടുത്തു രാകേഷ് കൃഷ്ണയ്ക്ക്. ഇതാണോ കുറ്റം? ഈ കുറ്റം നിൽക്കണേ CPM PBക്ക് പരാതി വേണ്ടേ? CPM PBക്ക് പരാതി ഇല്ല. ഈ പരാതിക്കാരൻ തന്നെ പറഞ്ഞെന്താണെന്നറിയാമോ? 2022 കോടിയേരി ബാലകൃഷ്ണൻ എന്നോട് നീതി കാണിച്ചു, ഇയാളെ അകറ്റി നിർത്തി, എൻ്റെ പരാതി തീർന്നു. 2024 ആയപ്പോൾ 25 ആയപ്പോൾ പാർട്ടി കോൺഗ്രസ് നടക്കുന്നു, ഇയാൾ വീണ്ടും വരുന്നു. അപ്പം ഞാൻ അശോക് ധവള ചാർജുകാരനെ പോയി കണ്ടു. അശോക് ധവള പറഞ്ഞു, എനിക്ക് മലയാളം അറിയത്തില്ല, ഇംഗ്ലീഷ് എഴുതാം. ഞാൻ ആ പരാതി ഇംഗ്ലീഷിലാക്കി അശോക് ധവളയ്ക്ക് കൊടുത്തു. എന്നിട്ട് ഈ മാന്യൻ എന്താ ചെയ്തത്? ഈ പരാതിയുടെ കോപ്പി ആർക്കെങ്കിലും വേണമെന്ന് ചോദിച്ച് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തു. വേണു ഇത് കണ്ടിട്ടുണ്ടോ? ഇല്ലെങ്കിൽ കണ്ടിട്ടില്ലെങ്കിൽ ഹൈക്കോടതിയിൽ ഇപ്പോൾ കൊടുത്ത കേസിനകത്തെ 2ാമത്തെ ഡോക്യുമെൻ്റ് ഇൻസ്റ്റയിലെ പരസ്യമാണ്. ഈ പരാതിയുടെ കോപ്പി വേണ്ടവർ എന്നെ ബന്ധപ്പെടുക. നിങ്ങളുടെ പഴയൊരു സുഹൃത്തുണ്ടല്ലോ 24 ചാനലിലെ, നിങ്ങളുടെ ഒരു പഴയ സുഹൃത്ത്, വേണുവിൻ്റെ സുഹൃത്ത് ഹാഷ്മി താജ് ഇബ്രാഹിം, അദ്ദേഹം പറഞ്ഞു ഈ പരാതി എൻ്റെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞു എന്ന് അന്ന്. അങ്ങനെ പരാതി കിട്ടിയെന്ന് ഹാഷ്മി പറയുന്നത് ഈ പറയുന്ന മാന്യൻ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്ത വീഡിയോ അങ്ങോട്ട് തരാമെന്നേ. ഇപ്പോഴത്തെ കാര്യം അല്ലെന്ന്. ഇതൊക്കെ ഒരു വാദം